വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചിക്കനിലോട്ട് ആദ്യം ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി അതൊരു 1/2 ടീസ്പൂണോളം മതിയാവും. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നീട് ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇതിലോട്ട് നമുക്ക് അല്പം വിനെഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലോട്ട് ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കണം. ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം ആ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ലെമണും കൂടെ പിഴിഞ്ഞൊഴിക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും. എന്നിട്ട് എയർ പോയി കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ കറക്റ്റ് വേവായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ചിക്കൻ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഈ സവോള ഒരു 8 സവോളയാണ് എടുത്തിട്ടുള്ളത്. അത് നൈസായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കാം. ഈ നേരം നമുക്ക് സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടി വരാനായിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. സവോള എല്ലാം ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം റോസ്മെല്ലെല്ലാം മാറിപ്പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 തക്കാളി മീഡിയം സൈസാണ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായി വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കണം. മസാലയെല്ലാം നന്നായി സെറ്റായി വരാനാണ്. ഇനി നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വഴഞ്ഞു വന്നൊന്ന് നോക്കാം.
നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി, ഇനി കാശ്മീരി ചില്ലി അതൊരു 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കണം. മസാലയെല്ലാം നന്നായി സെറ്റായി വരാനാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ്സ് ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഈ മൂടി ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ റൈസ് നന്നായിട്ട് കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് വെന്ത് വെച്ചതിന് വേറെ പാത്രത്തിലോട്ട് മാറ്റണം, അല്ലെങ്കിൽ ചൂടിലിരുന്നിട്ട് കൂടുതൽ വെന്ത് പോകും. അതുകൊണ്ടാണ്. ഇതൊന്ന് നമുക്ക് മാറ്റാം. ബിരിയാണി ദം ചെയ്തെടുക്കാനായിട്ട് കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിൽ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പം മൂടി വെച്ച എയറൊന്നും പുറത്ത് പോകില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലോട്ട് റൈസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുക്കണം. ഇനി കുറച്ച് പിസ്ത കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്യൂം കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഒരു ലെയറും കൂടെ റൈസ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയറും ഇതുപോലെ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് ചിക്കൻ വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യണം.
ഇനി ഇതിന് മുകളിൽ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ലെമൺ വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റോസ് വാട്ടറിൽ വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്ത് ഒഴിക്കാം. ഇനി കുറച്ചുകൂടെ മല്ലിച്ചപ്പും പുതിനയും കൂടെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി ഫ്രൈ, കുറച്ച് കാഷ്യൂ കിസ്മിസ്. ഇനി നമുക്ക് ബാലൻസുള്ള റൈസും കൂടെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഗീ കൂടെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്